അപ്പൊ നമ്മൾ മഴ സീസൺ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളായാലും വലിയവരായാലും നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇലക്ട്രിക് ഉപകരണങ്ങളിലും സ്വിച്ച് ബോർഡിലും ഒന്നും ചെന്ന് പിടിക്കാൻ പാടില്ല. ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ജനലിന്റെയും കതകിന്റെയും അടുത്തൊന്നും പോയി നിൽക്കരുത്. ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ജനലിന്റെയോ കതകിന്റെയോ ഒന്നും അടുത്ത് പോയി നിൽക്കാതിരിക്കുക. പിന്നെ മുറിയുടെ മധ്യഭാഗത്തായിട്ട് ഇരിക്കുക. നല്ല സേഫ് ആയ ഒരു മുറിയാണെങ്കിൽ അതിന്റെ മധ്യഭാഗത്തായിട്ട് ഇരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. ബാൽക്കണിയിലും സിറ്റ് ഔട്ടിലും ഒക്കെ നിൽക്കാതിരിക്കുക. അപ്പോൾ പെട്ടെന്ന് മിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ ഒന്നും ഇരിക്കാതിരിക്കുക. പിന്നെ കോൺക്രീറ്റ് ഭിത്തികളിൽ പിടിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇടിയും മിന്നലുള്ള സമയങ്ങളിൽ ഗ്യാസ് സ്റ്റൗ, അടുപ്പ് അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കുക. അപ്പൊ നമ്മൾ ഇന്ന് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ മിന്നലിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്, അത് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കുഞ്ഞുങ്ങളും പിന്നെ പുഴയിലും തോടിലും ഒന്നും കളിക്കാതിരിക്കുക. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും ചെന്ന് ഇറങ്ങാതിരിക്കുക. അപ്പൊ നമുക്ക് ഈ എലിപ്പനി, ഡെങ്കിപ്പനി അതിനകത്തൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതുകൊണ്ട് അങ്ങനെയുള്ളതിനകത്തൊക്കെ ചെല്ലാതിരിക്കുക. അപ്പൊ ആ പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മഴയത്ത് നനയാതിരിക്കുക. നനഞ്ഞാലും നമുക്ക് പനി വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള കുറേശ്ശെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതെല്ലാം പറഞ്ഞു കൊടുക്കണം. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് പുറത്ത് ഇറങ്ങാതിരിക്കുക. മിന്നലുള്ള സമയത്ത് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇട്ട് പുറത്തോട്ട് ഇറങ്ങാതിരിക്കുക. പിന്നെ ഓപ്പൺ എയറിൽ ഓടി കളിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളെ ഓപ്പൺ എയറിൽ ഓടി കളിക്കാൻ വിടാതിരിക്കുക. അപ്പൊ ഇതൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു ഇടവേളയുടെ സമയമായിരിക്കുകയാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.